കേരളത്തിലെ വിശ്വാസികളുടെ ഹൃദയഭൂമിയായ ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ നീക്കം ചെയ്തത് നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് സംസ്ഥാനത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ വിശ്വാസവഞ്ചനയുടെ കഥയാണ് പുറത്തു കൊണ്ടുവരുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശദമായ റിപ്പോർട്ട് കേവലം ഒരു തട്ടിപ്പിൽ ഒതുങ്ങാതെ അന്നത്തെ ദേവസ്വം ബോർഡിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും തലപ്പത്ത് നടന്ന വ്യവസ്ഥാപിതമായ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്നു. കേസിന്റെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് ശ്രീകോവിൽ കട്ടിളയിലെ സ്വർണ്ണപ്പാളികൾ ഔദ്യോഗിക രേഖകളിൽ ചെമ്പെന്ന് എഴുതി ചേർക്കാൻ അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചു എന്ന കണ്ടെത്തലാണ്. SITയുടെ നിഗമനം അനുസരിച്ച് ഈ നിർദ്ദേശം നൽകിയത് അന്ന് ദേവസ്വം കമ്മീഷണറും ഈ കേസിലെ മൂന്നാം പ്രതിയുമായ N വാസുവാണ്. തന്റെ ഔദ്യോഗിക പദവിയുടെ രണ്ടാം വരവിലായിരുന്നു വാസു കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ ചെമ്പ് ശുപാർശ നൽകുന്നത്. 2018 ഫെബ്രുവരി 1 മുതൽ 2019 മാർച്ച് 31 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കമ്മീഷണർ പദവിയിലെ കാലാവധി. രണ്ടാമത്തെ വരവിന് മുമ്പ് 2010 മുതൽ 2013 വരെ അദ്ദേഹം കമ്മീഷണർ ആയിരുന്നു. കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതല ഏറ്റു എന്നതും ഈ കേസിലെ അധികാര ബന്ധങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു.